ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ ഏറെ ശക്തമായ സമരമായിരിക്കും കേരളം നാളെ കാണാൻ പോകുന്നത്. നമുക്കറിയാം, പശ്ചിമേഷ്യയിലേക്ക് ഒരു യുദ്ധം അരങ്ങേറുന്നുണ്ട്. ഇന്ന് ഇപ്പുറത്ത് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിയതാണ്. പക്ഷേ വിട്ടുപോവാൻ കഴിയാത്തൊരു വിഷയമായതുകൊണ്ടും ഒരുപാട് നഴ്സുമാർ കാലങ്ങളായി അനുഭവിക്കുന്ന അവഗണനയായതുകൊണ്ടും തൊഴിൽ ചൂഷണമായതുകൊണ്ടും തന്നെയാണ് അവർക്ക് വേണ്ടിയും നമ്മൾ സമയം മാറ്റിവെക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ആവർത്തിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മാലാഖമാരെന്നോ അല്ലെങ്കിൽ മാടപ്രാവുകളെന്നോ ഒന്നുമുള്ള വിളി വേണ്ട, പുകഴ്ത്തുപാട്ടുകളൊന്നും വേണ്ട, ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ ശമ്പളം തന്നാൽ മതി എന്ന് പറയുന്ന നഴ്സുമാരാണ് കേരളത്തിൽ ഇന്ന് ജോലി ചെയ്യുന്നവർ. പുറത്തു പോകാതെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അവർക്ക് തക്കതായ ശമ്പളം ലഭിച്ച് ജോലി ചെയ്യാൻ പറ്റണം. നോക്കൂ, ഈ സമരം അതിലൂടെ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ആവശ്യം നോക്കൂ, അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക എന്നുള്ളതാണ് ആവശ്യം. ഇപ്പോൾ മിനിമം വേതനം 20,000 രൂപയാണ്. 20,000 രൂപയ്ക്കൊക്കെ ഒരു നഴ്സിന് പണിയെടുക്കാൻ പറ്റുമോ? മണിക്കൂറുകളോളം പറ്റില്ല. 40,000 രൂപയാക്കി കൊടുക്കണം അടിസ്ഥാന ശമ്പളം എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ആവശ്യം. രണ്ടാമത്തേത് നോക്കാം. ഒരുപാട് ആവശ്യങ്ങളുണ്ട് അവർക്ക്. അതിലൊന്ന് തുല്യ ജോലിക്ക് തുല്യ വേതനം ലഭിക്കണം എന്നുള്ളതാണ്. ഇത് കാലങ്ങളായി തന്നെ ഇവർ ഉന്നയിക്കുന്ന ആവശ്യമാണ്. നമുക്ക് ഓർമ്മയുണ്ട്, 2012 അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ഈ സമരത്തിൽ നേരിട്ടിടപെടുകയും അന്ന് സാധിച്ചെടുത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഓർക്കുന്നുമുണ്ട്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കെട്ടിടത്തിന് മുകളിൽ നിന്ന നഴ്സുമാരുണ്ടായിരുന്നു. അവരെ VS അച്യുതാനന്ദൻ ഇടപെട്ടാണ് അന്ന് താഴെ ഇറക്കിയത്. അന്ന് അവർക്ക് അനുകൂലിച്ചു കൊടുത്ത ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു. അന്നൊക്കെയും ഈ തുല്യ ജോലിക്ക് തുല്യ വേതനം, പക്ഷെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ നടപ്പിലായിട്ടുള്ളതല്ല. അതവർ വീണ്ടും ഉന്നയിക്കുകയാണ്. നോക്കൂ, അടുത്തത് മറ്റ് ആശുപത്രി ജീവനക്കാർക്കും ആനുപാതികമായ ശമ്പള വർധന ലഭിക്കണം. ഇപ്പം നഴ്സുമാർ മാത്രമല്ല, മറ്റ് പല ജീവനക്കാരും ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ആശുപത്രിയിൽ ചെല്ലുമ്പോൾ തന്നെ എത്ര പേര് ഒരു രോഗിക്ക് വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ കാണുന്നതാണല്ലോ. ഡോക്ടർമാർ മാത്രമല്ലല്ലോ ഒരു രോഗിക്ക് വേണ്ടി അവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ തക്കതായ ശമ്പളം ഓരോ ആശുപത്രിയിലുള്ള ജീവനക്കാർക്കും ആനുപാതികമായി തന്നെ നൽകണമെന്നുള്ള ആവശ്യം അവർക്കുണ്ട്. അടുത്ത നോക്കൂ, നഴ്സിംഗ് അധ്യാപകർക്ക് UGC സ്കെയിലിൽ ശമ്പളം ലഭിക്കണം. ഒരു നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിയിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങുന്ന കാര്യം നമ്മളിതേ തൊട്ട് മുൻപ് അവർ പറഞ്ഞു കേട്ടു. പക്ഷെ അധ്യാപകർക്കും ശമ്പളം ലഭിക്കണം. അതിനവർക്ക് UGC സ്കെയിലിലുള്ള ശമ്പളം കൊടുക്കണമെന്നാണ് ഈ സമരത്തിലൂടെ അവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം. അടുത്ത ആവശ്യം എന്ന് പറയുന്നത്, ഇതിലെ കമ്മിറ്റി റിപ്പോർട്ടുകളുണ്ട്. ബൽറാം കമ്മിറ്റി, ജഗദീഷ് കമ്മിറ്റി, വീരകുമാർ കമ്മിറ്റി റിപ്പോർട്ടുകളൊക്കെ നടപ്പിലാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. ഇതിലെല്ലാം ഉന്നയിക്കുന്നത് തുല്യ ജോലിക്ക് തുല്യ വേതനം ലഭിക്കണം, ചെയ്യുന്ന ജോലിക്ക് തക്കതായിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള ശമ്പളം ലഭിക്കണം എന്നുള്ളതാണ്. ആ ശമ്പളം കൊടുത്തേ തീരൂ, അതിൽ സർക്കാർ ഇടപെട്ടേ തീരൂ. ഒരു മിനിമം വേതനം എന്നുള്ളത് 40,000 രൂപയാക്കി കൊടുക്കാൻ സർക്കാർ എന്തിനാണ് മടിക്കുന്നത്? ഇടവേളയ്ക്ക് ശേഷം